അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആളെന്നോട് പറഞ്ഞത് 100 EGP അല്ല $100 ഞാനും സുഷി ഇങ്ങനെ ഞെട്ടി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി. ഞാൻ പറയുന്ന കാർ എനിക്ക് വിൽക്കണമെന്ന് ചോദിച്ച് പുള്ളി അപ്പോൾ ഓടിക്കൊണ്ടിരിക്കണ വണ്ടിയിൽ നിന്ന് കീയൂരിയിട്ട് എനിക്ക് തന്നു. അങ്ങനെ ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തെങ്ങും തോപ്പിലോട്ട് പുള്ളി ഇടിച്ചു കയറ്റണത്. തെങ്ങിൻ്റെ ഓലയുടെ ഇടയിലോട്ട് പയ്യൊന്ന് ഇടിച്ചിട്ട് പോയിട്ട് പുള്ളി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനപ്പോൾ അത്യാവശ്യം നല്ലോണം ടെൻഷനായി തുടങ്ങി കേട്ടോ, ചെറിയ ടെൻഷനൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഈ പാർക്കിട്ടുകളിലെ റൈറ്റ് സൈഡിൽ കൂടെ ഞാനൊന്ന് പുഷ് ചെയ്തു. ഒരു പ്രാവശ്യം കൂടി ഒന്ന് പുഷ് ചെയ്യാൻ നേരത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു ചുഴിയിൽ പെട്ടുപോയി. ചുഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ കറങ്ങുക. അതിനിടക്ക് ഞാൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സാധനം മറിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ നീണ്ട 12 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ നേരെ ലുക്സോറിലെത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്തത് നേരെ കർണാക് ടെമ്പിളിലോട്ടാണ് പോയത്. കർണാക് ടെമ്പിളിൽ ചെന്നപ്പോഴാണ് ചെറിയൊരു വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ ഹോട്ടലൊന്നും പോകാത്തതുകൊണ്ട് തന്നെ അവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് തന്നെ ഉപയോഗിച്ചാണ് നമ്മൾ ഫ്രഷ് ആയത്. പെട്ടെന്ന് തന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ കർണാക് ടെമ്പിളിൻ്റെ അകത്തോട്ട് കയറുന്നത്. കർണാക് ടെമ്പിൾ എന്ന് പറയുമ്പോൾ അത്രയും ഹിസ്റ്ററിയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഏകദേശം 4000 വർഷത്തോളം പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കൂറ്റൻ പില്ലറുകളാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ. അങ്ങനെ എൻട്രി ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ അകത്തോട്ട് കയറി ആദ്യം തന്നെ കാണുന്നത് നമ്മൾ സ്ഫിങ്സ് എന്ന് പറഞ്ഞൊരു രൂപത്തിനെയാണ്. സ്ഫിങ്സ് എന്ന് പറയുമ്പോൾ മുട്ടനാടിൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമായിട്ടുള്ള ഒരു രൂപമാണ്. അതിങ്ങനെ കാവൽക്കാരായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നടുക്കെ കൂടിയാണ് നമ്മൾ ഈ ടെമ്പിളിലോട്ട് എൻട്രി ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ റംസീസ് 2 എന്ന് പറഞ്ഞ ഒരു രാജാവ് ഭരിച്ചപ്പോഴാണ് ഇതിനൊക്കെ രൂപം കൊണ്ടതൊക്കെ. പിന്നെ അതിനുശേഷം ഉണ്ടായ കുറേ ഭൂകമ്പവും ഫ്ലഡ് കാര്യങ്ങളൊക്കെ വന്നിട്ട് മേൽക്കൂരകളൊക്കെ ഇടിഞ്ഞു പോയതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പില്ലറുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇവർ എഴുതി വെക്കുകയും പിന്നെ പടം വരകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്രയും ഹൈറ്റിൽ അന്ന് എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ നമുക്ക് ശരിക്കും അത്ഭുതം തന്നെയാണ്. കാരണം എന്താ പറയുക, ഒട്ടും യാതൊരു മെഷീൻ സപ്പോർട്ടോ കാര്യങ്ങളൊന്നുമില്ല, മാൻ പവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വലിയ തൂണുകൾ ഉണ്ടാക്കിയത്, ഇതിലൊക്കെ എങ്ങനെ കൊത്തി വെച്ചു, അന്ന് ചെയ്ത കളറ് ഈ പറഞ്ഞ പോലെ ഗ്രീൻ റെഡ് കളറൊക്കെ എങ്ങനെ ഉണ്ടാക്കി, അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈജിപ്റ്റ് മൊത്തം മിസ്റ്ററീസാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിലൂടെ പോകുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ കർണാക് ടെമ്പിൾ അത്യാവശ്യം നടന്ന് കാണാനുണ്ട്, ഏകദേശം 2-3 കിലോമീറ്ററോളം നടന്ന് കാണാനുണ്ട്. അങ്ങനെ കർണാക് ടെമ്പിൾ മൊത്തം കണ്ടിട്ട് നമ്മൾ നേരെ ഒരു 12 മണിയായപ്പോഴേക്കും ഹോസ്റ്റൽ ചെക്കിൻ ആവാനാണ് പോയത്. അന്ന് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹോസ്റ്റൽ കിട്ടി. നമ്മൾ സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ ഈ പറഞ്ഞ പോലെ കോൾ ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സവാദ ഏകദേശം 300 EGP നമുക്ക് ആയുള്ളൂ. അപ്പോൾ നാട്ടിലത്തെ ഒരു 500 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് ഒരു നൈറ്റ് സ്റ്റേയും കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റും കിട്ടി. അങ്ങനെ നമ്മൾ ആ ഒരു ക്ഷീണം കൊണ്ട് നേരെ ഹോസ്റ്റലിൽ ചെക്കിനായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയൊക്കെ ചെയ്തു. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും അവിടെയും ഉണ്ട് നൈൽ നദി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈറോയിലേക്കാളും ലുക്സോറിലെ നൈൽ നദിയാണ് ഇഷ്ടമായത്. അവിടെ ഇഷ്ടംപോലെ സെയിലിംഗ് ബോട്ടുകളുണ്ട്. സെയിലിംഗ് ബോട്ടുകൾ എന്ന് പറയുമ്പോൾ ഈ പായ്ക്കപ്പലാണ് ഉദ്ദേശിക്കുന്നത്. ഈ മെഷീൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ കാറ്റിൻ്റെ ആ ഒരു ഫ്ലോയിൽ മാത്രം പോകുന്ന സെയിലിംഗ് ബോട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യൂവും കാര്യങ്ങളും സൺസെറ്റ് ആയപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മൾ നേരെ ഒരു സെയിലിംഗ് ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സൺസെറ്റ് ടൈമിൽ അടിപൊളി ഒരു വ്യൂ ഒക്കെ ആയിട്ട്, കാരണം ധാരാളം സെയിലിംഗ് ബോട്ടുകളുണ്ട്. അപ്പോൾ ആ നൈൽ നദിയുടെ ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ടുള്ള ഒരു സൺസെറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. അന്നും നമ്മൾ വൈകിട്ട് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. 2ാം ദിവസം സവാദ ഉള്ളതുകൊണ്ട് തന്നെ ഞാനും ഭക്ഷണം കഴിക്കുന്നില്ല. അന്നും വൈകിട്ട് നമ്മൾ ഇതുപോലെ നോമ്പ് തുറക്കാനൊക്കെ പോയിട്ടുണ്ടായി. അന്ന് നോമ്പ് തുറന്ന് നമ്മൾ നേരത്തെ കിടന്നുറങ്ങി. കാരണം ലുക്സോർ വന്നത് തന്നെ നമ്മൾ ഹോട്ട് എയർ ബലൂൺ എക്സ്പീരിയൻസ് ചെയ്യാനാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ഹോട്ട് എയർ ബലൂണിൻ്റെ വീഡിയോസ് കാണുന്നത് ടർക്കിയിലെ കപ്പഡോക്കിയയിലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 20,000 10,000 സീസൺ ആയി കഴിഞ്ഞാൽ 50,000 രൂപ വരെ ആവും. ഇവിടെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് വെറും 1800, നാട്ടിലത്തെ 1800 രൂപക്കാണ് ഞങ്ങൾ നാളത്തെ ഈ ഹോട്ട് എയർ ബലൂൺ ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കിടന്നുറങ്ങി. 4 മണിക്കാണ് നമ്മളെ വണ്ടി പിക്ക് ചെയ്യാൻ വരുന്നത്. രാവിലെ 4 മണിക്ക് തന്നെ എക്സൈറ്റഡ് ആയിട്ട് എണീറ്റു. നമ്മളെ ഹോട്ടലിൽ തന്നെ വണ്ടി പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായി. വണ്ടി പിക്ക് ചെയ്തിട്ട് നൈൽ നദി തീരത്താണ് അവിടെ നമ്മളെ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ നൈലിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഈ പറഞ്ഞ പോലെ ഹോട്ട് എയർ ബലൂൺസ്. അപ്പോൾ അവിടെയും നമുക്കൊരു ഫ്രീ ബോട്ട് റൈഡ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ട് കിട്ടി. അപ്പോൾ ബോട്ടിൽ കയറിയപ്പോൾ ധാരാളം ഫോറിനേഴ്സ് ഉണ്ട് നമ്മുടെ ഒപ്പം. ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. അപ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ട് രാവിലെ തന്നെ കോഫി കാര്യങ്ങളൊക്കെ കിട്ടി. 4 മണിയായതുകൊണ്ട് നമുക്ക് ചായ കുടിക്കാൻ പറ്റും, നോമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ചായയും ബണ്ണൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ നൈൽ നദി തീരത്തിൻ്റെ അപ്പുറ സൈഡിലെത്തി. അവിടെ നിന്ന് അടുത്ത വാനിൽ പിക്ക് ചെയ്തിട്ട് ഹോട്ട് എയർ ബലൂൺ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക.
ഏകദേശം അരമണിക്കൂർ ജേണി ഉണ്ട്. ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പാക്കേജിൽ ഇൻക്ലൂഡാണ്. 2 ബോർഡിംഗ് ടൈം ഉണ്ട് ഈ പറഞ്ഞ ഹോട്ട് എയർ ബലൂണിന്. നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് രണ്ടാമത്തെയാണ്. ഫസ്റ്റത്തെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ സൺറൈസ് ടൈമിൽ ഹോട്ട് എയർ ബലൂൺ പൊങ്ങി നിൽക്കും. അപ്പോൾ 5 മണിയൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു ഹോട്ട് എയർ ബലൂൺ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ സൺറൈസ് നമുക്ക് ഹോട്ട് എയർ ബലൂൺ മുകളിൽ നിന്ന് കാണാം. നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് രണ്ടാമത്തെ ഹോട്ട് എയർ ബലൂണിൻ്റെ ടൈമായിരുന്നു. കാരണം അതൊരു 7 മണിക്കാണ്. 7 മണി എന്ന് പറയുമ്പോൾ സൂര്യൻ അത്യാവശ്യം വന്നതിന് ശേഷമാണ്. എനിക്ക് കാണേണ്ടത് ഹോട്ട് എയർ ബലൂൺ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കണ വ്യൂ ആയിരുന്നു. അപ്പോൾ അതിന് പോകാൻ വേണ്ടി തന്നെ രാവിലത്തെ പിക്കപ്പ് ടൈമിൽ ഞങ്ങൾ വന്നോളാം എന്ന് ഇവരോട് പറയുകയും ചെയ്തു. പക്ഷേ രണ്ടാമത്തെ ഞങ്ങൾ കയറുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ കൺവിൻസ് ചെയ്തിട്ടാണ് ഫസ്റ്റത്തെ പിക്കപ്പ് വാനിൽ നമ്മൾ കയറിയത് തന്നെ. അങ്ങനെ അവിടെ എത്താറായപ്പോഴേക്കും ദൂരെ ഹോട്ട് എയർ ബലൂൺസ് ഇങ്ങനെ പൊങ്ങുന്ന കണ്ടു. രാവിലെ അത്യാവശ്യം ചെറിയ തണുപ്പ് കാര്യങ്ങളും കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാനിൽ നിന്നുള്ള ഫസ്റ്റ് വ്യൂ തന്നെ ഈ ഹോട്ട് എയർ ബലൂണിലോട്ട് ഇങ്ങനെ തീ അടിച്ചിട്ട് ഇങ്ങനെ പൊങ്ങി അതിങ്ങനെ വീർത്ത് വരുന്ന ഒരു വ്യൂ ആണ്. അതൊരു മാജിക്കൽ വ്യൂ തന്നെയായിരുന്നു. കാരണം ഒരു ഗോൾഡൻ സൺറൈസ്, അതിൻ്റെ ഒപ്പം കൂറ്റൻ ബലൂണുകൾ, നമ്മൾ ആദ്യമായിട്ടാണ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ഇത് വീർക്കുന്നതനുസരിച്ച് ഒറ്റയടിക്ക് ആൾക്കാരെ കയറ്റിക്കൊണ്ടിരിക്കും ലാഡറൊക്കെ വെച്ചിട്ട്. അപ്പോൾ എല്ലായിടത്തും തിരക്കാണ്. ഓരോ ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം സൂര്യൻ ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടുള്ള വ്യൂ ആയിരുന്നു. അപ്പോൾ ഞാനവിടെ ഓടി നടന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ബലൂൺസും പോയി, പറമ്പൊക്കെ കാലിയായി. അപ്പോൾ ഞാൻ വെച്ച് സവാദ ഇവിടെ വേറെ ബലൂണൊന്നും കാണുന്നില്ല, നമ്മുടെ പോയിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ പോയ ബലൂണൊക്കെ തിരിച്ച് വന്നം വണ്ടിയിലാക്കിയിട്ട്. അങ്ങനെ നമ്മുടെ ബലൂൺസ് 7 മണി ആവാറായപ്പോഴേക്കും അടുത്ത ബലൂൺസ് വന്നു തുടങ്ങി. അപ്പോഴേക്കും അത്യാവശ്യം വെളിച്ചമൊക്കെ വന്നു. എന്നാലും നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, രാവിലത്തെ ഇത്രയും തിരക്കൊന്നുമില്ല രണ്ടാമത്തെ സെക്ഷന്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബലൂൺ കയറി. നമ്മുടെ ക്യാപ്റ്റൻ നമ്മളെ വെൽക്കം ചെയ്തു. എന്നിട്ട് സംഭവം പയ്യെ പൊങ്ങി തുടങ്ങി. ഭയങ്കര സ്മൂത്താണ്, ഒട്ടും പേടിയൊന്നും ആവില്ല. ഭയങ്കര സ്മൂത്തായിട്ടാണ് ഇത് പൊങ്ങുന്നത്. അത്യാവശ്യം ഹൈറ്റിലോട്ട് പോയി കഴിയുമ്പോൾ താഴെ നോക്കുമ്പോൾ ചെറിയ പേടിയാവുമെങ്കിലും ഹൈറ്റിൻ്റെ ആ ഒരു ഇതുണ്ട്. ഹൈറ്റ് പേടിയുള്ളവർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ ഉള്ളതുകൊണ്ട് താഴെ നോക്കുമ്പോൾ മാത്രം പേടിയുണ്ടാവും. പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളത് എൻജോയ് ചെയ്ത് ഇങ്ങനെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വ്യൂ ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത്. അപ്പോൾ ക്യാപ്റ്റൻ ഇങ്ങനെ ഓരോ അടിയിലുള്ള കുഞ്ഞു ടെമ്പിൾസ്, ഫാംസ് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്. പിന്നെ ആ നാവിഗേറ്റ് ചെയ്യുന്ന പുള്ള കാര്യങ്ങൾ, ഇതെങ്ങനെയാണ് പൊക്കുന്നത് താഴ്ത്തുന്നത്, അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഹോട്ട് എയർ ബലൂൺ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു തെങ്ങും തോപ്പിലോട്ട് പുള്ളി ഇടിച്ചു കയറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആവാമെന്ന് പറഞ്ഞ് പുള്ളി തെങ്ങിൻ്റെ ഓലയുടെ ഇടയിലോട്ട് പയ്യൊന്ന് ഇടിച്ചിട്ട് പോയിട്ട് പുള്ളി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗസ്റ്റൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പേടിച്ചെങ്കിലും പുള്ളി മനഃപൂർവ്വം ചെയ്തതാണ് നമ്മൾ എക്സൈറ്റഡ് ആക്കാൻ. എന്നിട്ട് നമ്മളെ സ്മൂത്തായിട്ട് തന്നെ ലാൻഡ് ചെയ്യിപ്പിച്ചപ്പോൾ ക്യാപ്റ്റൻ്റെ ഒപ്പം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഒരു കുഞ്ഞ് സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നു. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് ഹോസ്റ്റലിലോട്ട് തന്നെ അവർ ഡ്രോപ്പ് ചെയ്ത് തരാണ് ഉണ്ടായത്. ഇന്ന് വെളുപ്പിന് എഴുന്നേറ്റുകൊണ്ട് തന്നെ നല്ല വിശപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. സവാദ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് സവാദിൻ്റെ ഫ്രൂട്ട്സും കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പുതിയ 2 കൂട്ടുകാരെ കിട്ടിയത്. UK എന്ന് പറഞ്ഞ സുഷി എന്ന് പറഞ്ഞ ആളും പിന്നെ ഒരു പാകിസ്ഥാൻ നാഷണാലിറ്റി ആയിട്ട് തന്നെ UK സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളും കൂടി നമ്മൾ പരിചയപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകിട്ട് അസ്വാനിലോട്ട് പോകലാണ്. അപ്പോൾ സുഷിയുടെ പ്ലാനും അസ്വാനിലോട്ട് പോകൽ തന്നെ ആയതുകൊണ്ട് നമ്മളൊപ്പം പോകാമെന്ന് പ്ലാൻ ചെയ്തു. നമ്മുടെ ഒപ്പം വന്ന സവാദ് തിരിച്ച് കൈറോയിലോട്ട് പോവാണ്. കാരണം സവാദിന് ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കട്ട് ചെയ്തിട്ടാണ് എൻ്റെ ഒപ്പം വന്നത്. പക്ഷേ ഇന്ന് സവാദ് എന്തായാലും നേരെ തിരിച്ചു പോവാണ്. അങ്ങനെ വൈകിട്ടായപ്പോഴേക്കും ബസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ബസ്സൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോഴാണ് സവാദ് പറഞ്ഞത് എല്ലാ നാട്ടിലും അവിടെ ടൂറിസ്റ്റുകളും ട്രാവൽ ചെയ്യുന്നുണ്ട്, ലോക്കൽസും ട്രാവൽ ചെയ്യുന്നുണ്ട്. ലോക്കൽസിൻ്റെ ട്രാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കുള്ളൂ എപ്പോഴും. ബസ്സിന് 1000 EGP ആണെങ്കിൽ ഇവിടെ ഒരു 50 EGP 80 EGPക്കൊക്കെ നമുക്ക് ലോക്കൽ ട്രാൻസ്പോർട്ട് വഴി പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ രണ്ടാളും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ റെഡി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ലോക്കൽ വാൻ ഭയങ്കര ലോക്കൽ വാനാണ്. അവിടുത്തെ ലോക്കൽസ് പോകുന്ന സംഭവം തന്നെയാണ്. വേറെ ഫോറിനേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിലില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ ഒരു വാൻ എക്സ്പീരിയൻസ് ചെയ്യാം. അതാകുമ്പോൾ 80 EGP ഉള്ളൂ. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വേണ്ടി ഞാനും സുഷിയും കൂടി അസ്വാനിലോട്ട് പോകാൻ വാനിൽ പോകാൻ റെഡി ആയിക്കുകയാണ്. അപ്പോൾ സുഷി ഓൾറെഡി നേരത്തെ അവിടെ ഒരു റൂംസാണ് പ്രീ ബുക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ ഡോർമെറ്ററിയുടെ റേറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഏകദേശം 300 EGP ആവുന്നുള്ളൂ. അതും നൈൽ നദി തീരത്ത് തന്നെയാണ്, നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും സുഷിയുടെ ഒപ്പം ഈ യാത്ര പോകാമെന്ന് ഞാനവിടെ പ്ലാൻ ചെയ്തു. ഹോസ്റ്റലിൽ വിളിച്ചു നോക്കി, അപ്പോൾ അവിടെ അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ അസ്വാനിലോട്ടുള്ള യാത്ര അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അസ്വാനിലോട്ടുള്ള യാത്രയെന്ന് പറയുമ്പോൾ ഷെയർ വാനിലാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ലോക്കൽസിൻ്റെ ഒപ്പം തന്നെയാണ്, ഏകദേശം 80 EGP ആവുന്നുള്ളൂ. അപ്പോൾ അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റി. ഞങ്ങൾ രണ്ടാളും കൂടി യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഷെയർ വാൻ ആയതുകൊണ്ട് തന്നെ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. നമ്മൾ തിക്കിത്തിരക്കിയാണ് പോയത്. പക്ഷേ എന്നാലും പൈസയുടെ ലാഭം അവിടെ നല്ലോണം ഉണ്ടായിരുന്നു.
ഏകദേശം 4 മണിക്കൂർ ട്രാവൽ ചെയ്താണ് നമ്മൾ അസ്വാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇറങ്ങിയത്. അസ്വാൻ എന്ന് പറയുമ്പോൾ അധികം ടൂറിസ്റ്റുകളൊന്നും വരാത്ത സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഈ കമ്മ്യൂണിറ്റീസ് മീൻസ് ആൾക്കാരൊക്കെ കുറച്ചും കൂടി ടൂറിസ്റ്റുകളെ കാണാത്തവരായി. അപ്പോൾ കൈറോയിലും ലുക്സോറിലും ഉള്ള ഒരു തിരക്കും കാര്യങ്ങളൊന്നും അസ്വാനിലില്ല. അപ്പോൾ ഒട്ടും ഇംഗ്ലീഷ് കാര്യങ്ങളും അറിയുന്ന പോലും ഇല്ല. അപ്പോൾ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ട് അവിടെ വന്ന ടാക്സിക്കാർക്ക്, അവിടെയാണെങ്കിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു, യൂബർ ഇല്ല. അസ്വാനിലാണ് യൂബറും ഇല്ല. അപ്പോൾ ടാക്സിക്കാരായിട്ട് നമുക്ക് സംസാരിക്കണം. യൂബർ ആകുമ്പോൾ നമ്മുടെ ഹോസ്റ്റലിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ പോവാം. ഇവിടെ നമ്മൾ ടാക്സിക്കാരായിട്ട് ബാർഗെയിൻ ചെയ്യണം. അതാണ് ഏറ്റവും പ്രശ്നം. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഒരു ടാക്സിക്കാരനെ കണ്ടു. അപ്പോൾ ആളെ കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. പ്രത്യേക ഒരു സ്റ്റൈലൊക്കെയാണ്. അവിടുത്തെ ഒരു മുട്ടത്തലയൊക്കെ ആയിട്ട് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ആളുടെ വണ്ടിയിലോട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ 100 EGP പറഞ്ഞിട്ടാണ് അവസാനം നമ്മൾ കയറുന്നത്. കാരണം അത് 100 EGPക്ക് ഇല്ല, എന്നാലും 100 EGP കൊടുത്ത് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും ഹോസ്റ്റലിലെത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആളെന്നോട് പറഞ്ഞത് 100 EGP അല്ല $100 അപ്പോൾ ഞാനും സുഷി ഇങ്ങനെ ഞെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിഞ്ഞപ്പോഴാണ് പറയണത് $100. ഞാൻ പറയുന്ന കാർ എനിക്ക് വിൽക്കണമെന്ന് ചോദിച്ച് ഞാൻ ഇംഗ്ലീഷിൽ ചോദിച്ചത് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. പുള്ളി ചിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി പറഞ്ഞ് കീ തരാൻ പറഞ്ഞു. പുള്ളി അപ്പോൾ ഓടിക്കൊണ്ടിരിക്കണ വണ്ടിയിൽ നിന്ന് കീ ഊരിയിട്ട് എനിക്ക് തന്നു. എന്നുവെച്ചാൽ അതൊന്നും വർക്കിംഗ് അല്ല, ചുമ്മാ പേരിനൊരു കീ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കീ ഊരി എനിക്കൊന്ന് ഞാനപ്പോൾ അത് പിടിച്ചു. അപ്പോൾ എന്നിട്ട് ആൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ആൾ തമാശ രീതിയിലൊന്ന് ഇട്ട് നോക്കിയതാണ് എങ്ങാനും കിട്ടിയാലാന്ന്. നമ്മൾ അവസാനം 100 EGP തന്നെ കൊടുത്തിട്ട് ആളുടെ നിന്ന് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. അവിടെ എത്തിക്കഴിഞ്ഞ് ഹോസ്റ്റലിൽ ചെക്കിൻ ആവുന്ന നേരത്താണ് നമ്മുടെ അവിടുത്തെ കെയർ ടേക്കറായിട്ടുള്ള ഉമറിനെ പരിചയപ്പെടുത്തുന്നത്. ഉമർ ഒരു ചെറിയ പയ്യനാണ്. അപ്പോൾ ആളാണ് അവിടുത്തെ ഓൾ ഇൻ ഓൾ. അന്ന് നമ്മൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. എത്താൻ തന്നെ ഏകദേശം വൈകിയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നൈൽ നദി തീരത്തോട്ട് പോയി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നീന്താൻ അറിയില്ലായിരുന്നു. സുഷി ഈ പറഞ്ഞ പോലെ സ്കൂബ ഡൈവിംഗ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡൈവറാണ്. അപ്പോൾ അത് പോരാത്തതിന് അവിടെ കുറച്ച് ഒരു 5-6 ജർമ്മൻസ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ കോമൺ ഏരിയയിൽ നിന്ന് നമുക്ക് നൈൽ നദിയിൽ കുളിക്കാൻ പറ്റും. അപ്പോൾ ഇവരൊക്കെ വെള്ളത്തിൽ ചാടി നീന്തലൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ഒന്നും അറിയാത്തതുകൊണ്ട് കരയിൽ നിന്ന് നോക്കിയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ നോക്കിയത് അവിടെ 2 കയാക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ കയാക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റ് ആയി. കാരണം കയാക്ക് ചെയ്യാൻ നീന്തൽ അറിയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒമറിനോട് ചോദിച്ചു കയാക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചു. പറഞ്ഞാൽ അത് രാവിലെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ജർമ്മൻസിനോട് ചോദിച്ചു നമുക്ക് പോയാലെന്ന് ചോദിച്ചപ്പോൾ ജർമ്മൻസ് പറഞ്ഞു അവർ ഏർലി മോർണിംഗ് തന്നെ പോവും. അവർ കാർ റെൻ്റ് എടുത്താണ് വന്നേക്കുന്നത്. അപ്പോൾ അവർ വരുന്നില്ല. അപ്പോൾ സുഷിയുടെ ഒപ്പം പോകാമെന്ന് വിചാരിച്ചു. സുഷി അപ്പോൾ പ്ലാൻ ഇൻ പറഞ്ഞു. അപ്പോൾ ഏർലി മോർണിംഗ് എണീക്കണം, കുഴപ്പമില്ല, നമുക്ക് നേരത്തെ കിടന്നിട്ട് ഇന്ന് എന്തായാലും വേറെ പ്ലാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് നേരത്തെ കിടന്നിട്ട് രാവിലെ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേക്കാം, സൺറൈസിന് കയാക്ക് ചെയ്ത് അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞു. ഓമറിനെയും അത് ഏൽപ്പിച്ചിട്ട് നമ്മളന്ന് രാത്രി നേരെ കടന്നുറങ്ങി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. രാവിലെ 5:30 ഞാൻ എഴുന്നേക്കാൻ ലേറ്റ് ആയെങ്കിലും സുഷി വന്ന് എന്നെ കറക്റ്റായിട്ട് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി കയാക്ക് എടുത്തിട്ട് നേരെ നൈലിൽ കയാക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനിയാണ് കഥ സത്യം പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഇത്രയും ദിവസങ്ങൾ സ്മൂത്ത് ആയിക്കൊണ്ടിരുന്ന ട്രിപ്പ് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയത്. നമ്മളോട് നൈൽ നദി തീരം കാണിച്ചിട്ട് പറഞ്ഞു നമുക്ക് മെയിനായിട്ട് ഫ്രണ്ട് ഏരിയയുമുണ്ട്, റൈറ്റ് സൈഡിലാണ് ഈ പറഞ്ഞ ക്രൂസ് ഷിപ്പും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലം. അവിടെ തന്നെ നല്ല ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്, നല്ല വ്യൂ ഉണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞു 1 hour നമ്മളിത് റെൻ്റ് എടുത്തേക്കുന്നത്, 100 EGP എന്തോ ആയിരുന്നു. 2 പേർക്കും 2 കയാക്കാണ്. അപ്പോൾ നമ്മൾ 2 ആളും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് കയാക്കും എടുത്ത് തന്നിട്ട് ആൾ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഏരിയയിലോട്ട് പോകണ്ട, ഈ ഏരിയയിൽ ഇങ്ങനെ കറങ്ങിയാൽ മതി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി. നമ്മൾക്ക് ഞാനും അത്യാവശ്യം ഇതിന് മുന്നേ 2-3 പ്രാവശ്യം കയാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസും ഒക്കെ വിചാരിച്ച് നമുക്കിന്ന് അങ്ങോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. സുഷി ഓക്കെ പറഞ്ഞു. അതിന് നമ്മൾ നേരെ ആ ഒരു നല്ല ഭംഗിയുള്ള ഏരിയയിലോട്ടൊക്കെ പോയി. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം നല്ല സ്മൂത്തായിട്ട് ഒഴുക്കൊക്കെ അങ്ങോട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി കയാക്കൊക്കെ തുഴഞ്ഞ് അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കറങ്ങി കഴിഞ്ഞ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്കെ കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം 1 മണിക്കൂർ ആവാറായി. നമുക്ക് തിരിച്ചു പോകാമെന്ന് കരുതി തിരിക്കുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളിയെന്ന് മനസ്സിലാവണേ. നമ്മൾ എത്രയൊക്കെ തുഴഞ്ഞിട്ടും നമുക്ക് തിരിച്ച് തുഴയാൻ പറ്റണില്ല. കാരണം ആ ഒരു ടൈമും കൂടിയും കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒഴുക്കായി. അപ്പോൾ ഒഴുക്കി തന്നെ ഈ പാറകളുള്ളതുകൊണ്ട് വെള്ളം നടുക്കുന്ന 2 സ്പ്ലിറ്റ് ആവും. ആ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ ചുഴി പോലെ വരിക. അപ്പോൾ സുഷിക്കും പോകാൻ പറ്റണില്ല, എനിക്കും പോകാൻ പറ്റണില്ല.
അപ്പോൾ നമ്മൾ ആദ്യം 2 പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്തു, നല്ലോണം പുഷ് ചെയ്തിട്ട് ഒഴുക്ക് ആ ഒരു ഏരിയ കവർ ചെയ്യാൻ പറ്റണല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ രണ്ടുപേരും തിരിച്ചു വരും. ലാസ്റ്റ് സുഷി എന്ത് ചെയ്തു, മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് കുറേ നേരം കാണിച്ച് സുഷി അപ്പുറത്ത് കിടന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം പേടിയായി. കാരണം എനിക്കൊന്നാമത് നീന്താൻ അറിയില്ല, ഫോണുണ്ട്, നമുക്ക് ആകെയുള്ളതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഫോണാണ്. ഒരു രാജ്യത്ത് പോയിട്ട് ഫോൺ പോയി കഴിഞ്ഞാൽ പരിപാടി തീർന്നു, എന്ത് കോൺടാക്ട് ചെയ്യണം എവിടെ കോൺടാക്ട് ചെയ്യണം എന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഫോണുള്ളതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ ഫോൺ ഞാൻ കയാക്കിൻ്റെ നടുക്കാനുള്ളൊരു സ്പേസിൽ ഫോൺ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഞാനത് അടച്ചു വെച്ചു. ഇനിയിപ്പോൾ എന്തായാലും കയാക്ക് പറഞ്ഞാലും ഫോൺ എവിടെയെങ്കിലും കറക്റ്റായിട്ട് കിട്ടുമല്ലോ, ഫോണെങ്കിലും രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാനപ്പോൾ അത്യാവശ്യം നല്ലോണം ടെൻഷനായി തുടങ്ങി കേട്ടോ, ചെറിയ ടെൻഷനൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ഈ പാർക്ക് ഇട്ടുള്ള റൈറ്റ് സൈഡിൽ കൂടെ ഞാനൊന്ന് പുഷ് ചെയ്ത് കുറേ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൈ കഴച്ചിട്ട് നമ്മൾ തിരിച്ചു വരും. ഇപ്പുറത്തേക്കൂടെ നോക്കി ഇപ്പുറത്തേക്കൂടെ നടക്കുന്നില്ല. ലാസ്റ്റ് അപ്പോൾ ഈ ഒരു സൈഡ് മൊത്തം വലിയ ക്രൂസ് ഷിപ്പുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു സൈഡിലോട്ട് പോകാം, നടുക്കായുണ്ടായിരിക്കും ഇത്രയും ഒഴുക്കുന്നിരുത്തി ഞാൻ പയ്യെ ക്രൂസ് ഷിപ്പിൻ്റെ അങ്ങോട്ട് തുഴഞ്ഞു പോവാം. ഈ ഒരു ഏരിയ മാത്രമാണ് ഇത്രയും ഒഴുക്കുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നോർമലാണ്. അപ്പോൾ അത് ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു എഫേർട്ട് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഒരു പ്രാവശ്യം കൂടി ഒന്ന് പുഷ് ചെയ്യാൻ നേരത്താണ് ഞാൻ സത്യം പറഞ്ഞ ഒരു ചുഴിയിൽ പെട്ടുപോയി. ചുഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ കറങ്ങുക. അതിനിടക്ക് ഞാൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ സാധനം മറിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ചെയ്തില്ല. ചുഴിയിൽ പെട്ടിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ കറങ്ങി, ഞാനൊന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ റിലാക്സ് ചെയ്ത് നിന്നു. അങ്ങനെ കറങ്ങിയിട്ട് ഞാൻ തിരിച്ചു പോയി ആ ക്രൂസ് ഷിപ്പിൻ്റെ അങ്ങോട്ട് പയ്യെ കയറാൻ നോക്കി. അപ്പോൾ ക്രൂസ് ഷിപ്പിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴാണ് വേറൊരു ബോട്ടുകാരൻ, ചെറിയ സെയിലിംഗ് ബോട്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ സെയിലിംഗ് ബോട്ടിൽ ഒരാൾ ദൂരെ നിന്ന് ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുക, ലാ എന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ച് ഈ പറഞ്ഞ പോലെ ക്രൂസ് ഷിപ്പിൻ്റെ അടുത്തോട്ട് പോകുന്നത് സേഫ് ആയിരിക്കുന്ന, പക്ഷേ അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് മാറുന്ന ഇയാൾ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുക, ലാ എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഞാൻ വീണ്ടും അവിടെ നിന്ന് വളച്ച് വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ സെൻറ്ററിൽ തന്നെ എത്തി. ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് ഒരു പുഷും കൂടി ചെയ്തതിൽ അത് സക്സസ് ആയി. ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം പുഷ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ കയാക്ക് മറിഞ്ഞു പോകും, കാരണം അത്രയും ഒഴുക്കാണ്. അപ്പോൾ ഞാൻ മാക്സിമം പുഷ് ചെയ്ത് അത് കടന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഫോണും പോയില്ല, ആളും പോയില്ല, കയാക്കും പോയില്ല, ലോട്ടറി അടിച്ച ഫീലായിരുന്നു. അങ്ങനെ ഞാനും സുഷിയും കൂടി വീണ്ടും നല്ലോണം എഫേർട്ട് ഇട്ടാണ് തുഴയണത്. അപ്പോൾ ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട്, കാരണം നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ഒഴുക്കൊണ്ട് 5 അടി ബാക്കിലോട്ട് പോകും. പക്ഷേ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 5-6 പ്രാവശ്യം തുഴഞ്ഞാലേ നമുക്കൊന്ന് ഫ്രണ്ടിലോട്ട് പോകണുള്ളൂ. അത്രയും കൈയൊക്കെ കഴച്ച് 2 പേരുടെ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ വെള്ളമൊന്നും എടുത്തിട്ടില്ല, 1 മണിക്കൂറായി വെള്ളത്തിൽ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കണം. ലാസ്റ്റ് സഹിക്കാൻ പറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇല്ല വെള്ളം കുടിച്ചു തുടങ്ങി. താഴെ പുഴയിൽ നിർത്തി ഞാനിങ്ങനെ കുറേയൊക്കെ കുടിച്ച്. കാരണം അടുത്ത വെള്ളവും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഈ ഹോസ്റ്റലിലോട്ട് വന്നതെല്ലാം ഈ നൈലിലെ വെള്ളം തന്നെയാണ് അവിടുത്തെ ആൾക്കാരെ കുടിക്കുന്നത്. ഞാനപ്പോൾ ഒന്നും നോക്കിയില്ല, തൊണ്ടയൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും തുഴഞ്ഞു. ചെറിയൊരു ഏരിയ കവർ ചെയ്തിട്ട് ഞാൻ അവിടെ പോയി റെസ്റ്റ് എടുക്കുകയാണ്. കുറച്ച് കുഞ്ഞ് സെയിലിംഗ് ബോട്ടുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. ഞാനപ്പോൾ അതിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ സുഷി ബാക്കിലാണ്. സുഷി ടയർഡായതുകൊണ്ട് ബാക്കിലുള്ള ഒരു സെയിലിംഗ് ബോട്ടിൽ പിടിച്ചിരിക്കണ ഞാൻ കണ്ടായിരുന്നു. ഞാനപ്പോൾ ആ ഒരു ഏരിയ കവർ ചെയ്തിട്ട് ഫ്രണ്ടിൽ വന്നു. ഞാനവിടെ വെയിറ്റ് ചെയ്യാണ്. ഒരു 5 മിനിറ്റായി, 10 മിനിറ്റായി, 15 മിനിറ്റായി, സുഷിനെ കാണാനില്ല. തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല, തിരിച്ചു പോകാനും പറ്റണില്ല. അത് കഴിഞ്ഞ് പിന്നെ അരമണിക്കൂറായി കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ പേടിയായി തുടങ്ങി. സുഷിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എനിക്ക് പേടിയില്ല, കാരണം ആൾ അത്യാവശ്യം നല്ലോണം നീന്തുന്നു പറഞ്ഞിരുന്നു. എന്നാലും എന്താണെന്നറിയാത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പയ്യെ കയാക്ക് ഓരോരുത്തർ അടുപ്പിച്ചിട്ട് ഞാൻ കരയിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ്. സുഷിനെ കാണണേ ഇല്ല. അരമണിക്കൂർ കൂടുതലായി, 45 മിനിറ്റോളമായി. എനിക്ക് ശരിക്കും പേടിയായി തുടങ്ങി. അപ്പോൾ ഞാൻ കര വഴി ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു മതിൽക്കെട്ടുണ്ടായി. അപ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാനും പറ്റണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ സുഷി ഒരു ബോട്ടിൻ്റെ ഫ്രണ്ടിലിരുന്നു, തന്നെ സെയിലിംഗ് ബോട്ടിൻ്റെ. അത് കണ്ടപ്പോൾ ഞാൻ ചിരിക്കണോ എന്താ മനസ്സിലാവണല്ലോ. മറ്റേ പഞ്ചാബി ഹൗസിലൊക്കെ ഇങ്ങനെ വണ്ടി വന്ന പോലെ ബോട്ടിൻ്റെ ഫ്രണ്ടിലിരുന്ന ആൾ വരിക, നനഞ്ഞ് കുളിച്ച് ഇങ്ങനെ വരിക. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തോ പറ്റിയിട്ടുണ്ട്, എന്താ എവിടെന്നാ വന്നെ ഒന്നും മനസ്സിലാവണല്ലോ. ഞാൻ വിചാരിച്ചു എന്തൊരു വാട്ട് ഹാപ്പൻ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞ് സുഷിയുടെ കയാക്ക് നടുക്ക് വെച്ച് മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ സുഷിയുടെ പോക്കറ്റിൽ തന്നെയാണ് പാസ്പോർട്ടും ഫോണും ഉള്ളത്. അപ്പോൾ പുള്ളിക്കാരുടെ ഫോണും പാസ്പോർട്ടും ഈ ഒരു കയ്യിൽ പിടിച്ച്, ഒരു കയ്യിൽ മീൻസ് ഈ പറഞ്ഞ പോലെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈ വെച്ചിട്ട് കയാക്കും പിടിച്ചിട്ട് സുഷി നീന്തി ഒരു ബോട്ടിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഈ പറഞ്ഞ ആൾ സുഷി വെള്ളത്തിൽ കിടക്കണ്ടിട്ട് ബോട്ടായിട്ട് ചെന്നിട്ട് സുഷിനെ ബോട്ടിലോട്ട് കയറ്റാണ് ഉണ്ടായത്. ഇത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. സുഷിക്ക് നീന്താൻ അറിയാവുന്നതുകൊണ്ട് സുഷി രക്ഷപ്പെട്ടു. എനിക്കാണ് അവസ്ഥ വന്നിരുന്നെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കറക്റ്റായിട്ട് ആ പുള്ളി വന്നുകൊണ്ട് രക്ഷപ്പെടാനും പറ്റി. എന്നിട്ട് സുഷി അതിൽ കയറിയിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ എനിക്ക് ഇനി തിരിച്ചു പോകാനുള്ള കോൺഫിഡൻസ് എല്ലാം പോയി. എന്നിട്ട് എൻ്റെ കയാക്കും കൂടി
ഈ പറഞ്ഞ പോലെ ബോട്ടിൽ കെട്ടി വെച്ചു. ഞാനും ഈ പറഞ്ഞ ബോട്ടിലോട്ട് കയറി. എന്നിട്ടാണ് ഈ പറഞ്ഞ മനുഷ്യനാണല്ലോ നമ്മളെ. ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസ്വാനിലൊരു നൂബിയൻ എന്ന് പറഞ്ഞൊരു കൾച്ചറുണ്ട്, അവിടുത്തെ ആൾക്കാരാണ്. അപ്പോൾ ഇവരെ കാണാനൊരു പ്രത്യേക ലുക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളാണ് നമ്മളെ രക്ഷിച്ചേക്കണേ. അപ്പോൾ ആളിങ്ങനെ എന്നോട് കൈയൊക്കെ ഇങ്ങനെ കാണിച്ചു. നമ്മൾ നേരെ എന്നിട്ട് എന്നെ വണ്ടി ഞങ്ങൾ രണ്ടുപേരെയും ബോട്ടിൽ കയറ്റി നമ്മുടെ ഹോസ്റ്റലിൽ കൊണ്ടുവന്നാക്കി. കയാക്കിൻ്റെ കെട്ടൊക്കെ അഴിച്ചിട്ട് കയാക്കൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഇത് പറയാൻ പറ്റില്ല, ഹോസ്റ്റലിൽ പറയാൻ പറ്റില്ല ഞങ്ങൾ അങ്ങോട്ട് പോയതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. അങ്ങനെ നമ്മൾക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സംഭവം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചു പുള്ളിക്ക് എന്തെങ്കിലും പൈസ കൊടുക്കാം എന്ന് കരുതി. ഞാനപ്പോൾ നേരെ ഡോർമെറ്ററിലോട്ട് ഓടിപ്പോയിട്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു 1000-2000 EGP ഒന്നും ഉണ്ടായിരുന്നു ക്യാഷായിട്ട്. ആ 2000 EGP എടുത്ത് വന്നപ്പോഴേക്കും ആൾ പയ്യെ ബോട്ട് എടുത്ത് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു സുഷിനോട് ചോദിച്ചു എന്ത് പറ്റി, പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് പുള്ളി വാങ്ങിക്കണില്ല, പുള്ളി എന്തൊക്കെ പറഞ്ഞിട്ട് വാങ്ങിക്കണില്ല. പുള്ളി ആകെ ഇംഗ്ലീഷ് ചോദിച്ചാൽ അറിയോ ഓക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു യെസ് ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് മതി എന്നിങ്ങനെ എന്ന് വെച്ചാൽ പുള്ളി പറയുകയല്ല ചെയ്തത്, എന്നാലും പുള്ളി ഇങ്ങനെ കാണിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അത് മതി എന്ന്. അത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം ബാക്കിയുള്ള ഈജിപ്ഷ്യൻസ് നമ്മളെ എവിടെയൊക്കെ പറ്റിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റും നോക്കണ ഇടയിൽ ഇങ്ങനെ ഒരാൾ ഇത്രയും വലിയ സംഭവം ചെയ്തുകൊണ്ട് തന്നെ ആൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കായിരുന്നു. നമ്മൾ ചോദിച്ചു ചേട്ടാ എത്ര വേണമെങ്കിലും എന്താണ് വേണ്ടത്, എത്ര രൂപ വേണമെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു ഒന്നും വേണ്ട, ഇങ്ങനെ കാണിച്ചു. അതിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര മറക്കാനാവാത്ത വലിയൊരു ഓർമ്മയായിരുന്നു. അങ്ങനെ ജീവിതത്തിലെ വലിയൊരു എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഉറപ്പിച്ചു എന്തൊക്കെ വന്നാലും നാട്ടിൽ പോയിട്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് നീന്തൽ പഠിക്കലാണ്. അത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നീന്തൽ പഠിക്കണമെന്ന് അപ്പം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ പോയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ അസ്വാനിലോട്ട് പോകാനായിട്ട് നമ്മുടെ മെയിൻ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂബിയൻ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട് അസ്വാനിൽ മാത്രം. ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പഴക്കമുള്ള പാരമ്പര്യമുള്ള ഈജിപ്ഷ്യൻ കമ്മ്യൂണിറ്റിയാണ്. ഈ പറഞ്ഞ പോലെ നോർത്ത് സുഡാൻ്റെ എന്നാൽ ഒരു സൗത്ത് ഈജിപ്ഷ്യൻ്റെ ഒരു പ്രത്യേക ടൈപ്പ് ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീടുകളാണെങ്കിലും എല്ലാം ഭയങ്കര കളർഫുള്ളാണ്, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള കളറുകളാണ് ഇവരുടെ വീടുകളെല്ലാം. അപ്പോൾ ആ ഒരു സംഭവം ഒരു ഐലൻഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്ത് അപ്പോഴേക്കും നമ്മുടെ ഗ്രൂപ്പ് 5 വലുതായിട്ടുണ്ടായി. ഒരു വെസ്റ്റ് ബംഗാളുകാരി ഉണ്ടായി, ഒരു മലയാളിനെ എനിക്ക് കിട്ടി, ഒരു കണ്ണൂറുകാരൻ, പിന്നെ സുഷി വന്നു, പിന്നെ ഒരു പാകിസ്ഥാൻകാരനെ പരിചയപ്പെട്ടു, സോളോ ട്രാവലർ തന്നെയാണ്, പിന്നെ അടുത്തതായിട്ട് ഞാൻ. അങ്ങനെ 5 പേരായിട്ടുള്ള ഒരു ടീമായി നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് ടാക്സി ബുക്ക് ചെയ്തിട്ട് നേരെ നൂബിയൻ വില്ലേജിലോട്ടാണ് പോയത്. നൂബിയൻ വില്ലേജ് ഭയങ്കര വെൽക്കമിങ് ആണ് ആൾക്കാരെ, ധാരാളം ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ ആ ഒരു നൂബിയൻ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇഷ്ടംപോലെ റിസോർട്ടുകളുണ്ട്. അതൊക്കെ ഭയങ്കര പൈസ കൂടുതലാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ നൈൽ നദി തീരമുണ്ട്, ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നൂബിയൻ വില്ലേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവർ വീടിൻ്റെ അകത്ത് മുതലകളെ വളർത്തും. കിണറ്റിൽ നമുക്ക് കാണാൻ പറ്റും, കിണറ്റിലൊക്കെ വലിയ മുതലകളുണ്ട്. പിന്നെ ഈ ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കുഞ്ഞി മുതലക്കുഞ്ഞുങ്ങളെ കയ്യിലൊക്കെ വേണമെങ്കിൽ കയ്യിലൊക്കെ എടുക്കാനൊക്കെ അവർ തരും. പിന്നെ ഭയങ്കര എന്താ പറയുക ഹാപ്പനിങ് ആയിട്ടുള്ള പ്ലേസ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഭയങ്കര പാട്ട് കാര്യങ്ങൾ, എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ്, ചിരിച്ചുകൊണ്ടിരിക്കും. പ്രത്യേക ഒരു രൂപം തന്നെയാണ്. അവിടെയും ഇഷ്ടംപോലെ സോവനിയേഴ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അവരുടെ മെയിൻ വരുമാനം ഇപ്പോൾ എന്തായാലും ഈ ടൂറിസം തന്നെയാണ്. നമ്മളതിലൂടെയൊക്കെ നടന്നിട്ട് അവിടുത്തെ ഒരു പ്രത്യേക ഒരു ടൈപ്പിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് ട്രൈ ചെയ്യാൻ വേണ്ടി. നമ്മളപ്പോൾ അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള നമ്മൾ 5 പേരുള്ളതുകൊണ്ട് തന്നെ എല്ലാം ട്രൈ ചെയ്തു. ഫിഷ് ട്രൈ ചെയ്തു, ബീഫ് ട്രൈ ചെയ്തു, ചിക്കൻ ട്രൈ ചെയ്തു. ഇതെല്ലാം ഓരോരുത്തരോരോന്ന് പറഞ്ഞു. പിന്നെ ഈജിപ്തിലെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള സംഭവമാണ് മാംഗോ. ഈജിപ്ഷ്യൻ മാംഗോ ഭയങ്കര ഫേമസാണ്. അപ്പോൾ അവിടുത്തെ മാംഗോ ജ്യൂസും ചുമ്മാ കുടിച്ചാൽ പോലും അടിപൊളിയാണ്. മധുരമൊന്നും ഇടേണ്ട ആവശ്യമില്ല, അത്രയും മധുരവും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും മാംഗോ ജ്യൂസ് പറഞ്ഞു. എന്നിട്ട് എല്ലാവരും വന്ന ഫുഡ് നമ്മളെല്ലാവരും കൂടി ഷെയർ ചെയ്തൊക്കെ കഴിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ സോളോ പോയെങ്കിലും നമ്മൾ പോകുന്ന സ്ഥലത്തു നിന്ന് പുതിയ ആൾക്കാരെ പരിചയപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് ഈ ഒരു സോളോ ട്രിപ്പും ഈ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ടുള്ള ഉപകാരങ്ങൾ. അപ്പോൾ നമ്മൾ അത്യാവശ്യം സംസാരിക്കാൻ റെഡി ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് ധാരാളം ആൾക്കാർ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളെല്ലാവരും രാത്രി മൊത്തം അവിടെ സംസാരിച്ചൊക്കെ ഇരുന്നു, ഫുള്ള് കറങ്ങിയിടുന്നു, ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് തന്നെ അന്ന് രാത്രിയും കൂടി അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം സുഷി അവിടെ നിന്ന് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലോട്ട് UK പോവുകയാണ്, സുഷിയുടെ നാടായ UK. പിന്നെ എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നേരെ കൈറോ പോകാനാണ്.